2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യ കപ്പിലും മുത്തമിട്ട് ടീം ഇന്ത്യ ആധിപത്യം ഉറപ്പിച്ചെങ്കിലും 2026 വെല്ലുവിളികളുടെ വർഷമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ തിരിച്ചടികളും വരാനിരിക്കുന്ന T20 ലോകകപ്പും ടീം മാനേജ്മെന്റിനു മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. ഈ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗതിമാറ്റുന്ന ചില നിർണായക സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. ഇതിഹാസങ്ങളുടെ വിരമിക്കൽ മുതൽ പരിശീലക മാറ്റം വരെ നീളുന്ന ആ 5 വമ്പൻ പ്രവചനങ്ങൾ ഇവയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തകളിലൊന്ന് ഒരുപക്ഷെ ജസ്പ്രീത് ബുംറയുടെ വിരമിക്കലായിരിക്കും. ഈ വർഷം നടക്കുന്ന T20 ലോകകപ്പോടെ ബുംറ അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചേക്കുമെന്നതാണ് ഒന്നാമത്തെ പ്രവചനം. കാരണം ജോലിഭാരം തന്നെയാണ് പ്രധാന വില്ലൻ. തുടർച്ചയായ പരിക്കുകൾ ബുംറയുടെ കരിയറിനെ വേട്ടയാടുന്നുണ്ട്. 2027 നടക്കുന്ന ഏകദിന ലോകകപ്പാണ് ഇന്ത്യയുടെ അടുത്ത വലിയ ലക്ഷ്യം. ആ ടൂർണമെന്റിൽ ബുംറയുടെ സാന്നിധ്യം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അതിനാൽ ടെസ്റ്റിലും ഏകദിനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി അദ്ദേഹം T20 ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. പകരക്കാർ റെഡി. T20 ഫോർമാറ്റിൽ ബുംറയുടെ വിടവ് നികത്താൻ ഹർഷ്ദീപ് സിംഗ്, മായങ്ക് യാദവ് തുടങ്ങിയ യുവ പേസർമാർ പ്രാപ്തരായി കഴിഞ്ഞു. ഇത് ബുംറയുടെ തീരുമാനം എളുപ്പമാക്കും. ലോകകപ്പ് വേദിയിൽ കിരീടത്തോടെ ബുംറ T20 അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ സാല കപ്പ് നംദേ എന്നത് വെറും മുദ്രാവാക്യമല്ല, യാഥാർത്ഥ്യമാണെന്ന് 2025 തെളിയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 2026 അത്ഭുതം ആവർത്തിക്കുമെന്നതാണ് രണ്ടാമത്തെ പ്രവചനം. IPL ചരിത്രത്തിൽ കിരീടം നിലനിർത്തുക എന്നത് ചെന്നൈക്കും മുംബൈക്കും മാത്രം സാധിച്ച കാര്യമാണ്. ആ എലീറ്റ് പട്ടികയിലേക്ക് RCBയും ചേരും. വിന്റേജ് കോഹ്ലി. ഇതിഹാസ താരം വിരാട് കോഹ്ലി തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് RCBയുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് കന്നി കിരീടം നേടിയ അതേ ആവേശവും ടീം സ്പിരിറ്റും നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ടീം കോമ്പിനേഷൻ. ലേലത്തിൽ ചില മികച്ച യുവതാരങ്ങളെ കൂടി ടീമിലെത്തിച്ചതോടെ RCB കൂടുതൽ സന്തുലിതമായി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വീണ്ടും RCBയുടെ വിജയഗീതം മുഴങ്ങുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലനായി വാഴ്ത്തപ്പെട്ട ഋഷഭ് പന്തിന്റെ കരിയർ 2026 വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നതാണ് മൂന്നാമത്തെ പ്രവചനം. T20 ഫോർമാറ്റിൽ നിന്ന് ഇതിനോടകം പുറത്തായ പന്തിന് ഈ വർഷത്തോടെ ഏകദിന ടീമിലെ സ്ഥാനവും നഷ്ടമായേക്കാം. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ പന്തിനെ ഒഴിവാക്കി ഇഷാൻ കിഷനെ തിരിച്ചു വിളിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, KL രാഹുൽ തുടങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ അവസരം കാത്തു നിൽക്കുമ്പോൾ പന്തിന്റെ മോശം ഫോം അദ്ദേഹത്തിന് വിനയാകും. ഗംഭീറുമായുള്ള ഉടക്ക്. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായി ഋഷഭ് പന്ത് അത്ര നല്ല ബന്ധത്തിലല്ല എന്ന വാർത്തകൾ പരസ്യമായ രഹസ്യമാണ്. ഗംഭീറിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ പന്തിന് സാധിച്ചിട്ടില്ല. അതിനാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട് വെറുമൊരു ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് മാത്രമായി പന്ത് ഒതുങ്ങിക്കൂടേണ്ടി വന്നേക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച 2 ബാറ്റിംഗ് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2026 അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞേക്കും എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനം. 2027 ഏകദിന ലോകകപ്പ് കളിക്കുക എന്ന ആഗ്രഹത്തോടെയാണ് ഇരുവരും മുന്നോട്ടേക്ക് പോകുന്നതെങ്കിലും BCCIയുടെയും സെലക്ടർമാരുടെയും നിലപാടുകൾ ഇവർക്കെതിരാണ്. BCCIയുടെ നന്ദികേട്. ദീർഘകാലം ഇന്ത്യൻ ക്രിക്കറ്റിനെ തോളിലേറ്റിയ താരങ്ങളായിട്ടും സമീപകാലത്ത് BCCI ഇവരോട് കാണിക്കുന്ന സമീപനം വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ ഇടം ലഭിക്കണമെങ്കിൽ രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചേ തീരൂ എന്ന കർശന നിർദ്ദേശം ഇവരോടും നൽകിയിരുന്നു. സെലക്ടർമാരുടെ പ്ലാൻ. ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും 2027 ലോകകപ്പിൽ ഇവർക്ക് സ്ഥാനം ഉറപ്പ് നൽകുന്നില്ല. യുവതാരങ്ങൾക്ക് അവസരം നൽകാനാണ് അവർക്ക് താൽപര്യം. അപമാനിതരായി പുറത്താക്കപ്പെടുന്നതിനു മുമ്പ് അന്തസ്സോടെ സ്വയം വിരമിക്കാൻ രോഹിത്തും കോഹ്ലിയും തീരുമാനിച്ചേക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ നേരിടുന്ന വമ്പൻ തകർച്ചകൾ കോച്ച് ഗൗതം ഗംഭീറിന്റെ കസേര ഇളക്കും എന്നതാണ് അഞ്ചാമത്തെ പ്രവചനം. 2026 ഇന്ത്യ റെഡ് ബോൾ ക്രിക്കറ്റിനായി പുതിയൊരു കോച്ചിനെ നിയമിച്ചേക്കും. ആ സ്ഥാനത്തേക്ക് മുൻ നായകൻ സൗരവ് ഗാംഗുലി എത്തിയേക്കും. ഗംഭീറിന്റെ പരാജയം. ഗംഭീർ ചുമതലയേറ്റ ശേഷം സ്വന്തം നാട്ടിൽ നടന്ന 2 ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യ തൂത്തുവാരപ്പെട്ടിരുന്നു. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളിൽ പോലും ഇന്ത്യ പരാജയപ്പെടുന്നത് കോച്ചിന്റെ തന്ത്രങ്ങളുടെ പിഴവായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്പ്ലിറ്റ് കോച്ചിംഗ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഗംഭീർ തുടരുമെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഗാംഗുലിയെ പോലൊരു അഗ്രസീവ് ലീഡറെ BCCI തിരിച്ചു വിളിച്ചേക്കും.
ഗാംഗുലിയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് പുതിയ ഊർജം നൽകും. 2026 ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷൻ ഇയർ ആയിരിക്കും. ഇതിഹാസങ്ങളുടെ പടിയിറക്കവും പുതിയ താരങ്ങളുടെ ഉദയവും പരിശീലക മാറ്റങ്ങളുമെല്ലാം ചേർന്ന് സംഭവബഹുലമായൊരു വർഷമാണ് മുന്നിലുള്ളത്. ഈ പ്രവചനങ്ങൾ സത്യമായാൽ 2027 നമ്മൾ കാണുക തികച്ചും വ്യത്യസ്തമായൊരു ടീം ഇന്ത്യയായിരിക്കും.